ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോകൾ ഇടാൻ തുടങ്ങിയതിന് ശേഷം എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തിരക്കുള്ള ഒരാൾ തന്നെയാണ്, എന്നാൽ പോലും മാക്സിമം നിങ്ങളുടെ കോളുകൾ എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ 1 മണിക്കൂർ ടൈം തീർക്കേണ്ട കുറച്ച് ജോലിയുണ്ട്. പക്ഷേ എനിക്ക് 24 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ഞാൻ ഈ 23 മണിക്കൂർ വെറുതെ ഇരിക്കും. എന്നിട്ട് ലാസ്റ്റിലത്തെ 1 അവർ വളരെ സ്പീഡായിട്ട് ഈ ജോലി ചെയ്തു തീർക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക്. അതേസമയം എനിക്ക് ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂറിൽ 2 മണിക്കൂറുള്ള ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ വെച്ചിട്ട് ഞാൻ ഈ 2 മണിക്കൂറത്തെയും ജോലി അത്ര ഹാർഡ് വർക്ക് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു 2 തലങ്ങൾ എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്നെ വളരെയധികം ടൈറ്റ് ചെയ്താണ്, ഞാൻ പുഷ് ചെയ്താണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാര്യം എനിക്ക് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട്. എനിക്ക് 5000-ലധികം ലൈവ് സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കുന്നവരുണ്ട്, പഠിച്ച് കഴിഞ്ഞവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇവർ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുക. അപ്പോൾ രാവിലെ 10 മണി മുതൽ 1 മണി വരെ അവരുടെ ടൈമാണ്. അവർക്ക് ക്ലാസ് കൊടുക്കുക, അവരുടെ സംശയങ്ങൾ തീർക്കുക. അപ്പോൾ പൂർണ്ണമായിട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് രാവിലെ 10 തൊട്ട് 1 മണി വരെ. അപ്പോൾ ആ 10 മണിക്ക് മുന്നേ എൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യണം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഈ 10 മണിക്ക് മുന്നെയാണ്. 10 മണിയാകുമ്പോൾ എനിക്ക് ഫോൺ ഫ്രീ ആയിരിക്കണം. ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ മോർണിംഗ് ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് എൻ്റെ ലഞ്ചും ഞാനൊന്ന് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ എനിക്ക് പഠിക്കാനുള്ള സമയമാണ്. ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ പഠിക്കാനുള്ള സമയമാണ് അത്. ഈവനിങ് കുറച്ചൊക്കെ ഞാൻ എക്സസൈസൊക്കെ വെറുതെയാണ്, എന്നാലും ഇച്ചിരി ഒന്ന് നടക്കാൻ ഇറങ്ങുകയോ വല്ലപ്പോഴും കൂടി ജിമ്മിൽ പോവുകയോ എപ്പോഴെങ്കിലുമൊക്കെ യോഗയ്ക്ക് പോവുകയോ ഒക്കെ ചെയ്യും. അത് അങ്ങനെയാണ് ഈ ഈവനിങ്ങിൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഫുൾ പഠിത്തം ആണ്. എനിക്ക് പഠിക്കാനാണ് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് പവർ, ഇതിനെക്കുറിച്ച് ഞാൻ ഇഷ്ടം പോലെ ഇപ്പം തന്നെ നിലവിൽ ഞാൻ 3 മൈൻഡ് പവർ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ 2 കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് മൈൻഡ് പവർ അല്ലാതെ. അങ്ങനെ 5 കോഴ്സ് അറ്റ് എ ടൈം പഠിക്കുന്ന ഒരാളാണ്. പിന്നെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പം പഠിക്കുക എന്ന് പറയുന്നതും എനിക്ക് പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഷാർപ്പാക്കി ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് 1 അവർ വെച്ചിട്ട് എനിക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി കുറേയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ 100% ഈ ടൈം ഷെഡ്യൂൾ അനുസരിച്ചൊന്നും ഞാൻ വർക്ക് ചെയ്യാറില്ല. അതിലൊരു 50-60% സക്സസ് ആകും. പക്ഷേ എന്നാലും അറ്റ്ലീസ്റ്റ് അത്രേ ആകും എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. കാര്യം അത്രയെങ്കിലും ചെയ്യുന്നല്ലോ നമ്മളെ തന്നെ പുഷ് ചെയ്ത്. അത്യാവശ്യം മടിയുള്ള ഒരാൾ സ്വന്തമായിട്ട് പുഷ് ചെയ്ത് വേറെ ഒരാൾ, നമ്മൾ സ്വന്തം ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വേറൊരാൾ വന്ന് അയ്യോ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എന്നിൽ വളരെ പ്രൗഡാണ്. കാര്യം അങ്ങനെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒത്തിരി പേര് എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, അയ്യോ ഒത്തിരി തിരക്കുള്ള ഒരാളല്ലേ, അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെയുള്ളത് ചോദിച്ചു. എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കതും എൻ്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. നിങ്ങളും എൻ്റെ സ്റ്റുഡൻസിനെ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും എന്നെ എപ്പോഴും വിളിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് 2 ദിവസം കൊണ്ട് ഞാൻ ഈ വിളിക്കുന്നവരിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ വിളിക്കുന്നവരോട് ഞാൻ ചിലരോടൊക്കെ പരോക്ഷമായി സൂചിപ്പിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഈ എന്നെ വിളിക്കുന്നത് അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാനായാലും അങ്ങനെയാണ്. നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഇഷ്ടം തോന്നുന്നവരോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. കാര്യം എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ, എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്നാൽ ആ കുട്ടിയോട് ആദ്യം പറയും. 9:10 അടുത്ത കുട്ടി വരുമ്പോൾ അടുത്ത കുട്ടിയോട് പറയും. 9:15 അടുത്ത കുട്ടി വരുമ്പോൾ അടുത്ത കുട്ടിയോട് പറയും. അങ്ങനെ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ വരുന്ന എല്ലാ കുട്ടികളോടും എൻ്റെ പ്രശ്നം ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ്.
അപ്പോൾ അതിൻ്റെ ഒരു അപാകത എന്താണ്, അതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ എന്താണ്? നമ്മളിങ്ങനെ നമ്മളുടെ നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ എന്തുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തുകൂടാ, എന്തുകൊണ്ട് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ എൻകറേജ് ചെയ്തുകൂടാ എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണിത്. ഞാൻ പഠിച്ച കാര്യം, ഞാൻ ട്രെയിനറല്ല, ഞാൻ പഠിച്ച കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത്. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് രണ്ടല്ല ശരിക്കും 3 തരം മൈൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 2 മനസ്സിനെ കുറിച്ചാണ് നമ്മൾ പൊതുവെ എപ്പോഴും പറയുന്നത്. ബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡും ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡും. അങ്ങനെ 2 മൈൻഡുകളാണ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന 3 ടൈപ്പ് ഉണ്ട്. പക്ഷേ 2 ഇതിനെക്കുറിച്ചാണല്ലോ നമുക്ക് പൊതുവെ അറിയാവുന്നത്. ഇതിൽ ഈ കോൺഷ്യസ് മൈൻഡ്, അതായത് ബോധ മനസ്സ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ബോധ മനസ്സ്. അതേസമയം നമ്മളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് 24 മണിക്കൂറും വർക്ക് ചെയ്യും. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും അതവിടെ എഴുത്തും കുത്തും വായനയും ഈ കലാപരിപാടികളൊക്കെ ആയിട്ട് നടത്തുന്നുണ്ട്, ഹാർഡ് വർക്കിംഗ് ആണ്. ബോധ മനസ്സ് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മളുടെ മനസ്സിൻ്റെ 10% മാത്രമാണ്, അതായത് 100 ഉണ്ടെങ്കിൽ അതിൽ 10 മാത്രമാണ് നമ്മളുടെ ബോധ മനസ്സ്. 90% ഉപബോധ മനസ്സാണ്. അതായത് നമ്മളെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്നും തുടങ്ങി സകലതും വർക്ക് ചെയ്യുന്നത് ഉപബോധ മനസ്സിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട്, ഞാൻ നെഗറ്റീവ് കാര്യം പറയുന്നില്ല, പോസിറ്റീവ് തന്നെ പറയാം. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ടീച്ചറെ ഞാൻ പുതിയൊരു കാറ് വാങ്ങി, 10 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങി എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ ബോധ മനസ്സ് അതെടുക്കുന്നത് കാറ് എന്ന് പറയുന്ന വേർഡ്, കാറ് 10 ലക്ഷം രൂപ എന്ന് പറയുന്ന വേർഡും ഫിഗേഴ്സും മാത്രമാണ്. പക്ഷേ എൻ്റെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എടുക്കുന്നത് കാറിൻ്റെ രൂപവും, പിന്നെ ആ 10 ലക്ഷം രൂപയുടെ കാറിൻ്റെ ഒരു രൂപവും, ആ കാറിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആരാണോ വിളിച്ചത് അവരുടെ രൂപവുമായിരിക്കും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് നോക്കുന്നത് ഫിഗറിലും വേർഡ്സിലുമാണ്, പറയുന്ന വാക്കും ആ പറയുന്ന അക്കവും മറ്റു കാര്യങ്ങളുമാണ് ബോധ മനസ്സിൽ എടുക്കുന്നത്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എടുക്കുന്നത് ഫീലിങ്സ് ആയിട്ടും പിന്നെന്താ ഇമേജ് ആയിട്ടുമാണ് എടുക്കുന്നത്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഈ ഇമേജും ഫീലിങ്സിലുമാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്. അപ്പം നിങ്ങളൊരു കാറ് വാങ്ങിയില്ലെങ്കിൽ പോലും വാങ്ങിയെന്ന് എന്നോട് പറഞ്ഞാൽ ഞാനത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഉപബോധ മനസ്സിലിട്ട് ഞാൻ അതിനെ ഇമേജാക്കി ആ ഫീലിംഗ് കൊടുത്ത് വർക്ക് ചെയ്യിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു കാറ് കിട്ടാൻ അത് ഹെൽപ്പാകും. നിങ്ങളങ്ങനെ ഒരു 100 പേരോട് എനിക്ക് പുതിയ കാറ് വാങ്ങി, ഞാനൊരു കാറ് വാങ്ങി, 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങി എന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നടക്കുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ബോധ മനസ്സിന് ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ല. ബോധ മനസ്സ് വെറുതെ വാ പറഞ്ഞുകൊണ്ട് നടക്കും, പിന്നെ പറയുന്നത് കേൾക്കും, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി 90% കാര്യങ്ങൾ നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പം നമ്മൾ പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നടക്കുമെന്നതുപോലെ നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് കാര്യം നടക്കും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ടീച്ചറെ ഭയങ്കര കടബാധ്യതയാണ്, കടവും ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് ഞാനിങ്ങനെ വീർപ്പ് മുട്ടുകയാണ് എന്ന് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോധ മനസ്സ് നിങ്ങൾ പറഞ്ഞ വാക്കിനെ അതുപോലെ എടുക്കും. പക്ഷേ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കടബാധ്യതയിൽ വിഷമിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന ഒരാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കടബാധ്യത കൂടും.
മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ഒരു 10 പേരോട് 100 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധ്യത കൂടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലില്ലെങ്കിൽ പുതുതായിട്ട് വന്ന് ചേരും. അതുകൊണ്ടാണ് നെഗറ്റീവ് കാര്യം നമ്മൾ ചിന്തിച്ചാലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണോ ഞാൻ പുതിയ കാറ് വാങ്ങി എന്ന് ഞാൻ ചിന്തിച്ചാൽ അതാണല്ലോ വിഷ്വലൈസേഷൻ എന്നും മാനിഫെസ്റ്റേഷൻ എന്നും പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് ചിന്തിച്ച് നമ്മുടെ ഉപബോധ മനസ്സിന് ബുദ്ധിയില്ല, ബുദ്ധിപരമായിട്ട് അത് ചിന്തിക്കില്ല. ബോധ മനസ്സ് ബുദ്ധിപരമായിട്ട് ചിന്തിക്കും, ലോജിക്കുണ്ട്. ലോജിക്കില്ലാത്ത ഒരു കാര്യം, എനിക്കില്ലാത്ത ഒരു സാധനത്തെ ഉണ്ടെന്ന് ഒരിക്കലും എൻ്റെ ബോധ മനസ്സ് അംഗീകരിക്കില്ല. പക്ഷെ ഉപബോധ മനസ്സിന് അറിയില്ല ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇത് ചിന്തിക്കില്ല. അത് ഇമേജും ഫീലിങ്സുമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇമേജ് എന്താണ്? കാറിൻ്റെ ഇമേജ്. ഫീലിങ്സ് എന്താണ്? കാറ് കിട്ടുമ്പോൾ ഉള്ള നമ്മളുടെ സന്തോഷം. ഇത് രണ്ടും വർക്കായാൽ മാനിഫെസ്റ്റേഷൻ നടക്കും. അതിനെക്കാട്ടി എഫക്റ്റീവാണ് നെഗറ്റീവ് ഇമോഷൻസ്. നമുക്കിപ്പോൾ ഒരു ദേഷ്യം വരുമ്പോൾ നമുക്കെന്താ, നമ്മൾ വിറയ്ക്കും, നമുക്ക് ഒരുപാട് ഫീലിങ്സ് വരില്ലേ? അതേസമയം സ്നേഹം വരികയാണ്, നമുക്കെന്താ ഫീൽ ചെയ്യുക? സ്നേഹം നമ്മളെങ്ങനെ പ്രകടിപ്പിക്കുക? നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളത് അത് പ്രകടിപ്പിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ സങ്കടം വരുന്നു, നമ്മൾ കുരഞ്ഞ് വിളിച്ച് ബഹളം വയ്ക്കും. സന്തോഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിൽ ചെറിയൊരു ഫീലിംഗ്. അപ്പം നെഗറ്റീവ് ഇമോഷൻസിന് ഇത് കൂടുതലാണ്, വൈബ്രേഷൻ കൂടുതലാണ്, ഫ്രീക്വൻസി കൂടുതലാണ്. അത് മാനിഫെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, ഇപ്പോൾ എന്നോട് നിങ്ങളൊരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഫീലിങ്സും വലിയ ഇമോഷനും ഒന്നും ഉണ്ടാവില്ല. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വലിയ ഇമേജായിട്ട് എടുക്കില്ല. പക്ഷേ നിങ്ങളുടെ ദുഃഖം പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഞാനും കരയും, എൻ്റെ ഉപബോധ മനസ്സും അത് എടുക്കും, ഫീലിങ്സ് ആയിട്ട് എടുക്കും, ഇമേജായിട്ട് എടുക്കും. അത് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴാലോചിച്ചോളണം, ഇത് മാനിഫെസ്റ്റ് ആകും. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇന്നലെ എന്നെ വിളിച്ചവരിൽ പലരും പറഞ്ഞ കാര്യം, ഞാൻ ഈ ടെക്നിക്ക് എല്ലാം ഉപയോഗിക്കാറുണ്ട് ടീച്ചറെ, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് ഒരുപാട് ട്രെയിനേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോഴും ട്രെയിനേഴ്സ് പറഞ്ഞു തരും നിങ്ങളോട് നെഗറ്റീവ് പറയരുത്, നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കരുത്, മറ്റുള്ളവരോട് നെഗറ്റീവ് പറയരുത്. അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ആരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നിലുള്ള കാര്യം ഇതാണ്, നെഗറ്റീവ് ഇമോഷൻസിനും നെഗറ്റീവ് ഇമേജിനുമൊക്കെ ഡെപ്ത് കൂടുതലാണ്. അത് മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യതയും പോസിറ്റീവിനെക്കാട്ടിയും കൂടുതലാണ്. നമ്മളെപ്പോഴും പറയാറില്ല നെഗറ്റീവ് വാർത്തകൾ പെട്ടെന്ന് സ്പ്രെഡാകുമെന്ന്. എന്നാൽ ഒരു പോസിറ്റീവ് കാര്യം നടന്നാൽ അത്ര പെട്ടെന്ന് സ്പ്രെഡാവുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുകയോ നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ച് നമുക്കൊരു വയ്യായിക വന്നാൽ പോലും നമ്മൾ പുറത്ത് പറയരുത്. നമ്മളെ പക്ഷെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയല്ല. നല്ല കാര്യങ്ങളൊക്കെ വന്നാൽ പുറത്ത് പറയല്ലേ, നല്ലതൊന്നും വന്നാൽ ആരോടും പറയല്ലേ, പറഞ്ഞാൽ കണ്ണ് വെക്കും. ഞാനൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് കേട്ടോ, സത്യസന്ധമായിട്ട് പറയാമല്ലോ. ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് എൻ്റെ ഒരു സങ്കടം ഷെയർ ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നാൽ അത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും, ദൈവമേ ഇവർ ഇനി കണ്ണുവയ്ക്കുമോ, ഇനി കണ്ണുവെച്ചുള്ളത് കൂടെ പോകുമോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. നമ്മൾ നമ്മുടെ ഒരു സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാൽ നമുക്ക് കൂടുതൽ സമൃദ്ധിയേ ഉണ്ടാകുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ തെറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നലെ വിളിച്ച 2-3 പേരോട് പറഞ്ഞിടാനൊക്കെ, അപ്പോൾ അവർക്കിങ്ങനെ പറയാൻ അത്യാവശ്യം കാര്യം, എന്നോട് അവർക്ക് എന്തോ ഒരു സ്നേഹം തീർച്ചയായിട്ടും തോന്നും. അതുകൊണ്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ സമയം പോലെ വിലപ്പെട്ടതല്ലേ അവരുടെ സമയം. അപ്പോൾ ആ സമയമില്ലാത്ത സമയത്തിൽ അതിലൊരാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹോപ്പനോപ്പനോ പ്രയറിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കണം എന്ന് തോന്നി വിളിച്ചു. ഫസ്റ്റ് വിളിച്ചപ്പോൾ കിട്ടിയില്ല, രണ്ടാമത് ഈ പ്രയർ ചൊല്ലിയിട്ട് വിളിച്ചപ്പോൾ കിട്ടി. അപ്പോൾ ആ കുട്ടിക്ക് ആ പ്രയർ
പ്രയറിന് റിസൾട്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷവും കൂടെ എന്നോട് പങ്കുവെക്കേണ്ടത്. അപ്പോൾ എനിക്കിതൊക്കെ വളരെ സന്തോഷമാണ്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. കാര്യം ഒരു കാലഘട്ടത്തിൽ ആരും വിളിക്കാനില്ലാതെ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും അങ്ങ് അല്ലാതെ ഇരുന്ന് ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ ഇഷ്ടം പോലെ കോൾസ് വരാറുണ്ട്. അതിൽ ഞാൻ അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ നെഗറ്റിവിറ്റി പറയാതിരിക്കുക. എന്നോടെന്നുള്ളതല്ല, ആരോടും പറയരുത്. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവരോട് പറയരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊക്കെ കൂടുതൽ ഈ ഒരു ഓറയും അതും മെഡിറ്റേഷനും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല, നമ്മുടെ ബോധ മനസ്സല്ല അത് ചെയ്യുന്നത്, ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സിനെ നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബോധപൂർവം നമ്മുടെ ബോധ മനസ്സ് 10% വരുന്ന ബോധ മനസ്സ് വെച്ച് 90% വരുന്ന ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നവർ മാത്രമേ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിനെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് ബോധ മനസ്സുകൊണ്ട് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരൊക്കെ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോൾ ഈ എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചാലും നമ്മളിനി എന്ത് ഹോപ്പനോപ്പനോ പ്രെയർ പറഞ്ഞാലും എന്ത് പ്രെയർ പറഞ്ഞാലും നമ്മളുടെ ഉപബോധ മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും മെച്ചം ഉണ്ടാവില്ല. അതെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? ഉപബോധ മനസ്സിൻ്റെ ജോലിയേ അതാണ്. മുതലാളിക്ക് വേണ്ടി മുതലാളി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഉപബോധ മനസ്സിൻ്റെ ജോലി. അപ്പം അതിന് നല്ലതേത് ചീത്ത ഏതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ദുഃഖകരമായ കാര്യങ്ങളാണ് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ ഉപബോധ മനസ്സ് അത് നമുക്ക് തരും, ചെയ്യാനുള്ള വഴികൾ കാണിച്ചു തരും. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഉപബോധ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലിട്ടിട്ട് ടെൻഷനും വിഷമവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എഴുതി കത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എഴുതി കത്തിക്കുക. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കൗൺസിലിങ്ങിനോ ഒക്കെ പോയിട്ട് അവരോട് കാര്യം പറയാം. അവർ കുറച്ചുകൂടി ഇതിനെ ഹാൻഡിൽ ചെയ്യും. അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമുക്കൊന്നും അതില്ലല്ലോ. നമ്മളൊക്കെ ഒരു കാര്യം കേട്ടാൽ അത് ഇമേജായിട്ട് ഫീലിങ്സ് ആയിട്ട് എടുക്കുന്നവരാണ്. പക്ഷേ ഒരു കൗൺസിലർ എന്ന് പറയുമ്പം അവർ ഒരുപാട് പേഷ്യൻസിനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരതൊന്നും ഉള്ളിലെടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് പോയി പറഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. അല്ലാതെ വേറൊരാളോടും നമ്മൾ രാവിലെ തൊട്ട് സത്യത്തിൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എല്ലാവരോടും പറയും. എനിക്കാണെങ്കിൽ ഒരു കാര്യം കിട്ടിയാൽ എല്ലാവരോടും പറയും തോറും സമാധാനമാണ് എനിക്ക് അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ തെറ്റ് ഞാൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ തെറ്റ് ചെയ്യരുത്. നമ്മൾ ബോധപൂർവമായിട്ട് നമ്മളുടെ ഉപബോധ മനസ്സിനെ എപ്പോഴും ട്രെയിൻ ചെയ്യിക്കണം. അത് ചിന്തിക്കാൻ പാടില്ല, ഇത് ചിന്തിക്കാൻ പാടില്ല. ആ ചിന്ത വിട്ടുകൊടുക്കരുത്. ബോധ മനസ്സ് വിട്ടുകൊടുക്കുമ്പോഴാണ് ഉപബോധ മനസ്സിലേക്ക് എത്തുന്നത്. അതായത് നമുക്കൊരു വേർഡായിട്ടോ ഫിഗറായിട്ടോ കിട്ടുന്ന ഒരു കാര്യമാണ് ഉപബോധ മനസ്സ് ഇമേജായിട്ടും ഫീലിങ്സ് ആയിട്ടും എടുക്കുന്നത്. അപ്പോൾ നമ്മളെ ബോധ മനസ്സിൽ നമ്മളത് ചെയ്യാതിരുന്നാൽ ഉപബോധ മനസ്സിനത് കിട്ടില്ല. അപ്പം നിങ്ങൾ ഇനി മുതൽ എന്നെ വിളിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയാൻ വിളിക്കൂ, നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ വിളിക്കൂ, സ്നേഹം പങ്കുവയ്ക്കാൻ വിളിക്കൂ. ഒരിക്കലും നിങ്ങളുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ നിങ്ങളുടെ നെഗറ്റിവിറ്റിയോ പങ്കുവയ്ക്കാൻ വിളിക്കരുത്. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് പോട്ടടാ സാരയില്ല എല്ലാം ശരിയാകുമെന്ന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഉപബോധ മനസ്സും എൻ്റെ കൺട്രോളിലൊന്നുമല്ല. ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എനിക്ക് ആകെ ചെയ്യാനറിയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാനറിയാം. അത് ഞാൻ ചിലപ്പം ഇതൊക്കെ പഠിച്ചത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അത് നടക്കാറുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കാര്യം പറഞ്ഞാലും അത് മാനിഫെസ്റ്റ് ആകും. അപ്പോൾ ഇന്നലെ 1-2 പേരോട് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ഒരു ലോജിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം അത് മനസ്സിലായി എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞതെന്ന്.
ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതല്ലാതെ ഞാൻ നിങ്ങളോട് നേരിട്ട് നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അയ്യോ ഞങ്ങൾ വിളിച്ചതുകൊണ്ട് മാഡം ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണ് എന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഒരു മയത്തിലങ്ങ് നിങ്ങളെ ഓക്കെ കുഴപ്പമില്ലടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇനി അത് ശ്രദ്ധിക്കുക, എന്നോടെന്നുള്ളതല്ല, ആരോടും പറയാതിരിക്കുക, നെഗറ്റീവേ വിട്ട് കളയുക. നിങ്ങൾ എപ്പോഴും ഇത് ചിന്തിക്കൂ, ഉപബോധ മനസ്സിന് ഫീഡ് ചെയ്യിക്കരുത്, നെഗറ്റീവ് കാര്യങ്ങൾ ഫീഡ് ചെയ്യിക്കരുത്. നിങ്ങൾക്ക് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളത് ഉപബോധ മനസ്സിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഉപബോധ മനസ്സിന് എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ, നമുക്ക് എന്താണോ ഇല്ലാത്തത് അത് ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. കടം എന്ന വാക്ക് ഉപയോഗിക്കരുത്. എപ്പോഴും ഞാൻ സമ്പന്നയാണ് എന്നേ പറയാവൂ. കടം എന്ന വാക്ക് ഉപയോഗിക്കരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം കടം എന്നൊക്കെ പറയുമ്പോൾ ഉപബോധ മനസ്സ് ആ ഇമേജും ഫീലിങ്സും അപ്പടി ഒപ്പി നമുക്കത് തന്നെ തിരിച്ചു തരും റിട്ടേൺ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം, അസുഖമുള്ളവരാണെങ്കിൽ എപ്പോഴും എനിക്ക് വയ്യേ എനിക്ക് അസുഖമാണേ എന്ന് പറയരുത്. ആണെങ്കിൽ പോലും നമ്മൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഹീലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്നവർ ദിവസവും ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ എങ്ങനെയുണ്ടോ, അയ്യോ ഇന്നലെ ഉറങ്ങിയില്ല, ഇന്നലെ വയ്യായിരുന്നു, ഇന്നലെ അങ്ങനെയൊന്നും പറയാതെ ഓക്കെ ആയി വരുന്നു. നമ്മൾ ഓക്കെ അല്ലായിരിക്കാം, പക്ഷെ നമുക്ക് പറയാം ഓക്കെ ആയി വരുന്നു, കുഴപ്പമില്ല, ഇപ്പം നല്ല ബെറ്ററായി വരുന്നു എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സ് പെട്ടെന്ന് ബെറ്ററായി. അപ്പം അവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും, അവിടെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകാം. അപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പറയാതിരിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, അത് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കുക എത്ര ഗുരുതരമായൊരു തെറ്റാണതെന്നുള്ളത്. അതേസമയം നിങ്ങളുടെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും പറഞ്ഞാൽ അത് ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യും. അതല്ലേ എളുപ്പം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കൂ. എന്നെ വിളിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറച്ച് ബിസിയുള്ള ഒരാളാണെങ്കിലും ഞാൻ നിങ്ങളെല്ലാം കോള് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് കാണുന്നതിലും കമൻറ്റ് ഇടുന്നതിലും എന്നെ വിളിക്കുന്നതിലും എല്ലാത്തിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.